ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വന്യജീവി കേന്ദ്രങ്ങളിലൊന്നായ മസൈ മാര നാഷണൽ റിസർവ്. അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഇവിടെ എത്തുന്ന നിമിഷം തന്നെ നമുക്കൊരു പുതിയൊരു ലോകത്തേക്ക് കടക്കുന്ന പോലെ തോന്നും. ഇവിടുത്തെ നേച്ചറിൻ്റെ ബ്യൂട്ടിയും അതുപോലെ തന്നെ ആനിമൽസിൻ്റെ ഫ്രീഡം, എൻലെസ് ആയിട്ടുള്ള ഗ്രാസ് ലാൻഡ്, അതൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ വെൽക്കം ചെയ്യാനായിട്ട് പോകുന്നത്. അത് മസൈമാരുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാനായിട്ടുണ്ടാവും. ഈ കവാടം കടക്കുന്നതിനായിട്ട് ഇവിടെ മെയിനായിട്ട് നമ്മുടെ വെഹിക്കിൾ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സഫാരിക്ക് വന്നിട്ടുള്ള വെഹിക്കിൾ രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ എത്ര വിസിറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതും വിസിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ ടിക്കറ്റ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമ്മളിവിടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ്റെ കൂടെ തന്നെ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ഡ്രൈവറാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഡ്രൈവർ ചോദിക്കുന്ന ഡീറ്റെയിൽസൊക്കെ നമ്മൾ അവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഡ്രൈവർ അവിടെ രജിസ്ട്രേഷൻ ടൈമിലെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യും. കാരണം ഇവിടെ കടക്കുന്നവർ കംപ്ലീറ്റ് തിരിച്ചു പോകുന്നില്ല എന്നുള്ള കൗണ്ടും കൂടെ അവർക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ഫുൾ ഡീറ്റെയിൽസ് അവരവിടെ വാങ്ങി വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മസൈ മാരയുടെ ഫസ്റ്റ് ഗേറ്റ്. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ മസൈ മാര സഫാരി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുമ്പായിട്ട് നമ്മുടെ ഡ്രൈവർ നമുക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ്, അതായത് അവിടെ പാലിക്കേണ്ടതായിട്ടുള്ള കുറേ റൂൾസ് നമുക്ക് പറഞ്ഞുതരും. എന്തൊക്കെയാണ് നമ്മളവിടെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്ക് അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. സോ ഒഫീഷ്യലി നമ്മൾ നമ്മുടെ മസൈ മാര സഫാരി സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ. മസായിയുടെ മെയിൻ ഗേറ്റ് കടക്കുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. മസായി സ്ത്രീകൾ അവരുടെ ഹാൻഡ് ക്രാഫ്റ്റും അതുപോലെ തന്നെ നെക്ലേസുകൾ, കീ ചെയിൻ, ഇയർ റിങ്സ്, അവരുടെ കൾച്ചറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഹാൻഡ് ക്രാഫ്റ്റ് സാധനങ്ങൾ വിൽക്കാനായിട്ടുള്ള ശ്രമമാണ്. ആദ്യം തന്നെ അവർ വരുന്ന കണ്ടപ്പോൾ നമുക്ക് കുറച്ചൊന്ന് പേടി തോന്നി. കാരണം അവരുടെ രൂപം, അവരുടെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ഓരോ വണ്ടികൾ വരുമ്പോഴും ഓരോ ജീപ്പുകൾ വരുത്തോറും അവർ കൂട്ടമായിട്ടാണ് ആ വണ്ടിയിലേക്ക്, എന്താ പറയുക, നമ്മൾ ഈ ഈച്ച പൊതിയെന്നൊക്കെ കണ്ടിട്ടില്ല, അതുപോലെ ഭയങ്കര ക്രൗഡായിട്ടാണ് അവർ വന്ന് ആ കാറ് മൊത്തം പൊതിയുന്നത്. അപ്പോൾ അവരുടെ സെല്ലിങ് അപ്രോച്ച് ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് പേടിപ്പെടുത്തുന്നതായിട്ട് തോന്നുമെങ്കിലും അവരുടെ ഒരു ജീവിതമാർഗ്ഗമാണ് അവരുടെ ഹാൻഡ് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഇതുപോലെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വിൽക്കുമ്പോൾ മാത്രമാണ് അവർക്ക് അതിന്നൊരു വരുമാനം കിട്ടുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അവർ സിറ്റിയിലൊക്കെ കൊണ്ടുപോയിട്ട് അത് സെല്ല് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് പതിവ്. അപ്പോൾ എന്തായാലും അവരുടെ ഒരു എന്താ പറയുക കൾച്ചറൽ റിച്ച്നെസ് ആണ് നമുക്ക് ഈ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ഒരുപാട് ബ്രൈറ്റ് കളേഴ്സാണ് അവർ യൂസ് ചെയ്യുക. ഒരുപാട് ജ്വല്ലറീസ്, ഇതേപോലെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഈ വുഡൻ മെയ്ഡായിട്ടുള്ള കുറേ ക്രാഫ്റ്റുകൾ, കുറേ സ്റ്റോറീസ് ഉണ്ട്. ഈച്ച് വുഡൻ മെയ്ഡ് ക്രാഫ്റ്റിനൊക്കെ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി, ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് സൈറ്റിങ് തന്നെ ഒരു കൂട്ടം സീബ്രാസ് ആണ് കേട്ടോ. നമ്മുടെ ക്യാമറയുടെ സൂമിങ് കപ്പാസിറ്റി അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല. പക്ഷെ നമുക്ക് ഒരുപാട് അടുത്തായിട്ടായിരുന്നു കേട്ടോ സീബ്രാസ് ഒക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറേ ഇമ്പാലകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സഫാരി ഒന്നുമല്ല, നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മസായിയുടെ ഉള്ളിലാണ് നമ്മുടെ സ്റ്റേ ഒക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു റൂമിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ മെയിൻ എൻട്രൻസ് കടന്നപ്പോൾ തന്നെ നമ്മൾ അനിമൽ സൈറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. ഒരുപാട് പരന്ന് കിടക്കുന്ന ലാൻഡ്സ്കേപ്പുകളൊക്കെയാണ്. അധികം മരങ്ങളോ ഇങ്ങനെ കാഴ്ചകൾ മറക്കുന്ന മരങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരുപാട് പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സീബ്രാസ്, അതുപോലെ തന്നെ ഇമ്പാലകളൊക്കെ നിറയെ നിൽക്കുന്നുണ്ട്. വഴിയിലൊക്കെ ഒരുപാട് സീബ്രാസൊക്കെ, നമ്മുടെ നാട്ടിൽ പശു കോഴിയൊക്കെ നിൽക്കുന്ന പോലെയാണ് ഇവിടെ നിറയെ സീബ്രാസാണ് കാണുന്നത്. അതുപോലെ ഇമ്പാലകളും ഒരുപാടുണ്ട്.
മേഘങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു നീല ആകാശമാണ് കേട്ടോ. ഇപ്പം നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഫുൾ ലാൻഡ്സ്കേപ്പ് അറ്റം വരെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഫുൾ കാടാണ്, അറ്റം വരെ പ്ലെയിനായിട്ട് ഇതുപോലെ തന്നെ കിടക്കുന്ന ഒരുപാട് ലാൻഡ്സ്കേപ്പുകളാണ് കേട്ടോ അവിടെ ഉള്ളത്. അവരുടെ ഒരു സ്കൂൾ ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇതിൽ. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ക്യാമ്പിൻ്റെ നെയിമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡൊക്കെ ഉണ്ട്. 21 കിലോമീറ്റേഴ്സ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരുപാട് നേരമായിട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ട്രീ ആണ്. ബോബ ട്രീ എന്നാണ് അതിൻ്റെ പേര്. ആഫ്രിക്കയുടെ ഒരുവിധ എല്ലാ ആർട്ട് വർക്കിൽ, അതുപോലെ പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെ കാർട്ടൂൺസിലൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ട്രീ ആണ്. ആഫ്രിക്കൻസിൻ്റെ കൾച്ചറിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ട്രീ ആണ്. അത് ഒരുവിധം എല്ലാവർക്കും ഫേമസ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ട്രീ ആണ്. അത് അവർ പല കാര്യങ്ങൾക്കായിട്ട് അവരുടെ കൾച്ചറലായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾക്ക്, അതായത് ഔഷധമായിട്ടും അതുപോലെ വെള്ളം ശേഖരിക്കാനായിട്ടും അങ്ങനെ പല കാര്യങ്ങൾ, ഭക്ഷണത്തിനായിട്ടും അങ്ങനെ അതിൻ്റെ പല ഭാഗങ്ങൾ അവർ പല കാര്യങ്ങൾക്കായിട്ട് ആഫ്രിക്കൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കൾച്ചറായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രീ കൂടെയാണ് കേട്ടോ ഈ ബോബ ട്രീ എന്ന് പറയുന്നത്. ഇവിടെ കുറേ ഇമ്പാലകൾ, അതുപോലെ തന്നെ വൈൽഡ് ബീസ്റ്റൊക്കെ ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ടരികിലായിട്ട് നമ്മളൊരു ബേർഡിനെ കണ്ടു. ഗ്രേ ക്രൗൺ ക്രെയിൻ എന്നാണ് കേട്ടോ ആ ബേർഡിൻ്റെ പേര്. കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ നാട്ടിലെ കൊക്കിൻ്റെ ഒക്കെ ഒരു വകഭേദമായിട്ട് വരും. നല്ല കളർഫുള്ളാണ്, നല്ല ക്രൗണൊക്കെ ആയിട്ട് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അതിന്. നമ്മുടെ ഈ ആഫ്രിക്കൻ കാടുകളിലൊക്കെ നിറയെ കാണാൻ സാധിക്കുന്ന ഒരു ബേർഡാണ് കേട്ടോ അത്. അതുപോലെ തന്നെ അവിടെ ഒരു വാർത്തോപും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ലയൺ കിങ് എന്നൊക്കെ ഫേമസ് ആയിട്ടുള്ള പമ്പ, അതായത് കാട്ടുപന്നി. ഫൈനലി നമ്മൾ ജിറാഫിനെ സൈറ്റ് ചെയ്തിട്ടുണ്ട് പോകുന്ന വഴിക്ക് തന്നെ. ഒരുപാട് ഇമ്പാലകളും സീബ്രകളും നിറയെ വഴികളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ജിറാഫിനെ ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സഫാരി അല്ല കേട്ടോ. ക്ലിയർലി ഇത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ക്യാമ്പിലേക്ക് പോകുന്ന വഴിയാണ്. സഫാരി നമ്മുടെ പ്ലാൻ പ്രകാരം നാളെയും മറ്റന്നാളുമാണ് നമുക്ക് സഫാരി ഉള്ളത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക്. ഫോറസ്റ്റും ഇതുപോലെ തന്നെ പ്ലെയിൻ ലാൻഡ്സ്കേപ്പുകൾ തന്നെയാണ്. ഇതുപോലെ തന്നെയായിരിക്കും സഫാരി ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റേയിലേക്കുള്ള പോകുന്ന വഴിയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ എനിമൽ സൈറ്റിംഗ് വരുമ്പോൾ നമ്മുടെ ഡ്രൈവർ നിർത്തി തരുന്നതാണ്. നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് ഡ്രൈവർ നിർത്തി തരുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഡ്രൈവർ നമുക്ക് ഈവനിങ്ങും സഫാരിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മുടെ പ്ലാനിൽ ഈവനിങ് സഫാരി ഇൻക്ലൂഡഡ് അല്ല, അത് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ നേരത്തെ സ്റ്റേയിലെത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം റെഡി ആവുകയാണെങ്കിൽ അവർ ഈവനിങ് സഫാരിക്ക് കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. മെയിൻ സഫാരി നാളെ മറ്റന്നാളുമാണ്.
900 kilograms. ആ കാണുന്നത് 900 കിലോഗ്രാമോളം വരുന്ന ഒരു മെയിൽ വൈൽഡ് ബീസ്റ്റ് ആണ് കേട്ടോ. നല്ല സൈസ് ഉണ്ട് കാണാനായിട്ട്. ഫൈനലി ഒരുപാട് നേരത്തെ ട്രാവലിന് ശേഷം നമ്മുടെ മസായി ലോഡ്ജിലേക്കുള്ള നെക്സ്റ്റ് മെയിൻ ഗേറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഗേറ്റ് കീപ്പറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ കുറേ മസായി സ്ത്രീകളെ നമുക്ക് കാണാം. കുട്ടികളൊക്കെ പുറകിൽ ഇങ്ങനെ കെട്ടിയിട്ട് നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറേ മസായി സ്ത്രീകളെ നമുക്ക് അവിടെ കാണുന്നുണ്ട്. ഫൈനലി നമ്മൾ എത്തി. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് മരാസിംബ ലോഡ്ജിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫൈനലി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ പോയി എങ്ങനെയാണ് അവിടുത്തെ സ്റ്റേ എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ മരാസിംബ ലോഡ്ജ് എന്ന് പറയുന്നത് ഫോറസ്റ്റിനുള്ളിൽ തന്നെയാണ് കേട്ടോ. കാടിന് നടുക്ക് തന്നെയാണ് ഈ ലോഡ്ജ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഉള്ളിലേക്ക് പോയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ക്യാമ്പിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. മാത്രമല്ല ഇവിടെ ഒരുപാട് ആനിമൽ സൈറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഗേറ്റിന് പുറത്തായിട്ട് ഒരു ലയനെ സൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദൂരെ ആയതുകൊണ്ട് നമുക്കത് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഒരുപാട് നേരത്തെ ട്രാവലിന് ശേഷം ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ മസായി മാര റിസർവിൻ്റെ എൻട്രൻസ് കഴിഞ്ഞിട്ട് ഏകദേശം 1 മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിവിടെ നമ്മുടെ മരായി സിംബ ലോഡ്ജിൽ എത്തിയിട്ടുള്ളത്. യാത്രയും അത്യാവശ്യം നല്ല ടഫായിരുന്നു. മീൻസ് റോഡൊക്കെ കുറച്ച് റഫായിട്ടുള്ള റോഡൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം കുത്തി കുലുങ്ങിയിട്ടൊക്കെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഫൈനലി ഇപ്പോൾ നമ്മുടെ റൂമിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ദൂരത്തെ യാത്ര ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇച്ചുന് ഭയങ്കര ബോറടി ആയിരുന്നു കേട്ടോ വണ്ടിയിലൊക്കെ. അപ്പോൾ ആള് ഭയങ്കര ഉറക്കവും ഭയങ്കര ടയേർഡൊക്കെ ആയിരുന്നു. ഇപ്പം നല്ല ഇൻട്രസ്റ്റിൽ നടക്കുന്നുണ്ട്. വഴിയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് തന്നെ ഇറങ്ങി പോകുന്നുണ്ട്, മുൻപന്തിയിൽ നടക്കുന്നുണ്ട്. വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട്. ഇനി അവിടെ നമ്മുടെ റിസപ്ഷനിൽ പോയിട്ട് നമ്മുടെ കീ ഒക്കെ നമുക്ക് എടുക്കണം. അവർ നമ്മുടെ പാസ്പോർട്ട് അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കീ ഒക്കെ തരുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ കുറേ പേരുണ്ട് നമ്മുടെ കൂടെ, ഒരു 3-4 ഫാമിലീസും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിലാണ് ഇവിടെ. You're welcome to Marasimba. My name is Clarence. And for meals, lunch has already started, but normal starts from 12:30 to 1. Dinner 7:30 to 9:30, and breakfast 7 a.m. to 9:30. But if you want early breakfast from 6, we normally provide on request. And before you go for your safari in the evening and early morning, you will be served tea with coffee and some snacks at our bar area. From 3:30 to 4:30 in the evening,
and early morning 5:30 to 6:30. So there's our restaurant on your right and our bar is on your left downstairs. We use our generator for power and we normally switch off from Salama kabisa. 4 to 6. Okay. 4 to 6. Yeah. And Wi-Fi connection is available. So for your extras like drinks, you can pay cash or sign a bill against your room numbers. When you're checking out, you can settle here with us. We have a swimming pool behind the building, open from 7 to 6 a.m. 7 to 6. Yeah, we provide flowers, so റയനൊക്കെ നാളെ പോകണ്ടുള്ളൂ. നീ ഇത് നോക്ക്, ഇത് കണ്ടു വെച്ചു. ഇപ്പോഴല്ല, നാളെ ഈവനിങ് ഇത് ചിലപ്പോഴാണ് കണ്ടില്ല. അങ്ങനെ ഞാൻ വരണ്ടേ സ്കൂളിലിറക്കും. ശരിക്കും കാടിൻ്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. ഫുൾ മരങ്ങളും കാര്യങ്ങളും, ഇടയ്ക്ക് ഇമ്പാലക്കൊക്കെ സൈഡിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ നമ്മുടെ റൂമിലേക്കുള്ള വഴി തന്നെ.
ഇത് ഫോറസ്റ്റ് അല്ലേ? നോട്ട് ടി വി. You always watching TV, no? Some days you don't. അവിടെ ഒരു അരുവി പോലെ എന്തോ ഉണ്ട് കേട്ടോ. റിവറാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവിടെ നിറയെ കാൽപ്പാടുകളൊക്കെ കാണുന്നുണ്ട് ആനിമൽസിൻ്റെ. അവർ വെള്ളം കുടിക്കാനായിട്ട് വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അത് ഇടിയാണ്ടിരിക്കാനായിട്ട് സൈഡിൽ കല്ലൊക്കെ വെച്ച് കെട്ടിയിട്ടൊക്കെ ഉണ്ട് അവർ. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ലഞ്ച് ടൈമാണ്. ലഞ്ച് ടൈം അല്ല, ശരിക്കും നമ്മൾ ലേറ്റായി ഇവിടെ എത്തിയപ്പോൾ 3 o'clock ഒക്കെ ആയി. ഇനി നമുക്കൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി പോയി ലഞ്ച് കഴിച്ച് എന്നിട്ട് ഈവനിങ് സഫാരിക്ക് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. നമ്മൾ ഓൾറെഡി ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഫുഡൊന്നും നമ്മൾ കവർ ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം. എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും വെജിറ്റബിൾസ്, സാലഡ്സ്, അങ്ങനത്തെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ ടേസ്റ്റിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ് കേട്ടോ കെനിയയിലെ ഫുഡൊക്കെ. ഇതെല്ലാം നല്ല ഫുഡുകളായിരുന്നു. നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മൊത്തത്തിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം. ചിക്കനും ഫിഷും അതുപോലെ തന്നെ ഓംലെറ്റ്, നമ്മൾ സാധാരണ ബുഫേ സിസ്റ്റത്തിലുള്ള പോലെ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. Wash your hand with you. മനസ്സിലായി കുഞ്ഞാക്കി. Thank you. നമ്മൾ കോടിയില്ല മുട്ടിനെ അമ്മ അമ്മ വായിച്ചത്
ആ മണ്ടല്ല സൺഡേ ഇതൊക്കെ വീഡിയോ നമുക്കറിയുന്നത് ഇവിടെ നമുക്ക് നിറയെ മസായി സ്ത്രീകൾ അവരുടെ ക്രാഫ്റ്റുകൾ മാല ജ്വല്ലറീസ് ഒക്കെ വിൽക്കാനായിട്ട് നിൽക്കുന്നത് കാണും. അവരവിടെ ജസ്റ്റ് ഒരു സ്റ്റോൾ പോലെ ഇട്ടിട്ട് ഇരിക്കുന്നവരും ഉണ്ട്. സ്റ്റോൾ എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് അവരുടെ ഒരു കളർഫുൾ തുണിയൊക്കെ വിരിച്ച് അവിടെ താഴെ നിലത്ത് ഇരുന്നിട്ട് കുറേ ഉണ്ട്. അതൊക്കെ നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാം കേട്ടോ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇറങ്ങി ഇവിടെ നിന്ന്. ഇതാണ് കേട്ടോ സഫാരിക്കുള്ള വണ്ടി. ഇതിൻ്റെ മേൽവശം അവർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു, ഇപ്പോൾ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആനിമൽ സൈറ്റിംഗ് ടൈമിലൊക്കെ നമുക്ക് എണീറ്റ് നിന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓരോ വണ്ടിക്കും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മളെ വണ്ടി 8 ആണ് കേട്ടോ നമ്പർ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ 8 നമ്പറിലുള്ള ആൾക്കാരെ മൊത്തം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് സഫാരിക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഒന്ന് ഇവിടുത്തെ എല്ലാ ഡ്രൈവേഴ്സിൻ്റെ കയ്യിലും ഇതുപോലെ ഒരു വോക്കി ടോക്കീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വണ്ടി ഏതെങ്കിലും അനിമലിനെ സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി മീൻസ് ആ ഡ്രൈവേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അവർ ഇൻഫോം ചെയ്യും. ഇന്ന പൊസിഷനിൽ ഇന്ന അനിമൽസിനെ കണ്ടിട്ടുണ്ട് സൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടാണ് ഈ ഡ്രൈവേഴ്സ് ഓരോ പൊസിഷനിലേക്കും വണ്ടി കൊണ്ട് പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രൈവർക്ക് ഏതെങ്കിലും അനിമൽ സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവർ എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് എല്ലാ വിസിറ്റേഴ്സിനും നമുക്ക് ഒരേ ഒരു സ്പോട്ടിലേക്ക് എത്താനായിട്ട് പറ്റുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സഫാരിയുടെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ അറിയിക്കുക. സോ ബൈ.